അപ്പൊ ഞങ്ങൾ ഇന്ന് ലവ് ലേക്കിലെ വിശേഷങ്ങൾ പറയാനും കാണാനും വന്നിട്ടല്ലേ. ഇവിടെ അപ്പൊ ഞങ്ങൾ ഇന്ന് ദുബായിലെ ലവ് ലേക്കിലാണ് ഇട്ടുള്ളത്. അപ്പൊ നമ്മൾ ഫുൾ ലവ് ലേക്കിലെ വിശേഷങ്ങളാണ് കാണാൻ പോണത്. അപ്പൊ ഇവിടെ ലവിന്റെ ഷേപ്പിലുള്ള വലിയ തടാകങ്ങളുണ്ട് ഒരുപാട്. അപ്പൊ ഞങ്ങൾ അതിൽ ഒരു ലവ് ലേക്കിന്റെ സെന്ററിലാണ് ഇപ്പൊ നിൽക്കണത് കേട്ടോ. അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ദുബായ് ലവ് ലേക്കിന്റെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ ആയിട്ട് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതായിരുന്നു ഇവിടെ ഒന്ന് വന്ന് നേരിട്ടിട്ട് കണ്ട് ആസ്വദിക്കണം എന്നിട്ടാ. അങ്ങനെയാണ് ഞങ്ങൾ ദുബായ് ലവ് ലേക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ കാണുന്ന ഒരു കാഴ്ചയാണ് നല്ല നീളായിട്ടുള്ള ഒരു തടാകം, അതിൽ നിറയെ ഭംഗിയുള്ള ബേർഡ്സും. ഫ്ലെമിംഗോ അത്ര ഫ്ലെമിംഗോ ബേർഡ്സ് അത്ര. ഞാൻ ആദ്യമായിട്ടാണ് ബേർഡ്സിന്റെ പേര്, പക്ഷെ കാണാൻ നല്ല രസം കേട്ടോ. നിറയെ ആയിട്ട് ഞങ്ങളിപ്പോ വണ്ടിയിൽ ഇരുന്നിട്ട് ഇപ്പൊ എടുത്തതാണത്. ഫുഡ് കഴിക്കാൻ പോകണം അല്ലെ പാത്തു? ഷെഫ് പാത്തുവിന്റെ കൂടെ ഞങ്ങൾ ഫുഡ് കഴിക്കണേ. പാത്തു അല്ലേ ഒരാൾക്ക് ഇത് ചെയ്യണത്? ഒരാൾക്ക് സെർവ് ചെയ്തൂടെ? ചെയ്തൂടെ ഉണ്ട് ഇത് ഇരിക്കണ കസാര ഇട്ടിട്ട് വളപ്പി കൊടുക്കടി. ചൂടത്താണ്. എന്താന്നറിയോ, എന്നാ നമ്മള് ഉച്ച ടൈമിലാ വന്നത്. മറ്റേ നമ്മളൊന്നും വൈകിട്ടല്ലേ വരിക. കുറച്ച് കഴിയുമ്പോത്തിന് കാറ്റും തണുപ്പൊക്കെ തുടങ്ങും. അപ്പൊ നമ്മളെന്താന്ന് കൊണ്ടുവന്നിക്കണ ഫുഡ് എന്നറിയോ? നമ്മൾ നല്ല ചെമ്മീൻ ബിരിയാണിയാ കൊണ്ടുവച്ചു. ഉച്ചക്ക് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിയോണ്ട് തന്നെ ഞങ്ങൾ നല്ല ചൂട് ചെമ്മീൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടാ വന്നത്. അപ്പൊ ഞങ്ങൾ ലവ് ലേക്കിന്റെ ഉള്ളിലേക്ക് കിടക്കുന്നതിന്റെ മുന്നേ ആദ്യം മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്ത് വയർ നിറച്ചിട്ട് അങ്ങോട്ട് കയറാന്ന് വിചാരിച്ചു. കാരണം അതിന്റെ ഉൾഭാഗത്തിരുന്നാലും എങ്ങനെയാണ് ഇനിയിപ്പോ അവിടെ നിന്ന് ഫുഡ് അലൗഡ് ആണോ ഒന്നും അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങൾ പുറത്തുനിന്ന് ഒരുപാട് പേര് ഇരുന്നത് പോലെ ഫുഡ് കൊടുത്തിട്ടിരുന്ന് കഴിക്കുന്നൊക്കെ കേട്ടോ. നല്ല തണലുള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ. അങ്ങനെ ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ നേരെ ലവ് ലേക്കിന്റെ ഉൾഭാഗത്തേക്ക് പോവാൻ കേട്ടാ. അവിടെ കയറുന്ന ഭാഗത്ത് തന്നെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് കണ്ടില്ല, മരങ്ങളൊക്കെ വളച്ചിട്ടും തിരിച്ചിട്ടൊക്കെ ആയിട്ട് ലവ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്നിട്ട് തന്നെ ആൾക്കാർ ഇതാ ഫോട്ടോ എടുക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഞങ്ങൾ ഇനി ഇതാ അകത്തേക്ക് പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. എണ്ണം കറക്റ്റ് അല്ലേ നോക്കി? 2, 4 അപ്പൊ എന്തായിക്കാരോ പോവാൻ പാടില്ല. അതല്ലേ പോവാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി വെക്കാൻ പ്രത്യേക ആകാംക്ഷ. ഫ്രെയിം പോലെ ചെയ്ത് വെച്ചിക്കണോക്ക്, നമ്മള് ഫോട്ടോ ഫ്രെയിം പോലെ. അവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാം. നമുക്ക് ഫോട്ടോ എടുക്കാൻ പാകത്തിനൊക്കെ ഫ്രെയിം പോലെ ചെയ്ത് വെച്ചിക്കണം. ഇവിടെ അങ്ങോട്ട് കേറിയേ മുതൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് നോക്കിയാലും ലവാണ് ഇട്ടാ. പിന്നെ ദാ ലേക്ക് പോലും ലവിന്റെ ഷേപ്പിലാണെന്നാ പറഞ്ഞത്. ഇവിടെ 2 വലിയ ലവിന്റെ ഷേപ്പിലുള്ള ലേക്ക് ഉണ്ട്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പൊ ഈ കാണുന്നത് കേട്ടാ. ഈ ലേക്കിന്റെ ഒരു തല കിടക്കുന്നത് എങ്ങോ ആണ്. അപ്പൊ ഈ 2 ലേക്ക് ഒരു ലവിന്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇതിന് ലവ് ലേക്ക് എന്ന് പറയുന്നുണ്ടാവും അല്ലെ. പിന്നെ ഇതിൽ നോക്കിയാൽ നിറയെ മീനുകളാണ് കേട്ടോ. പല രീതിയിലുള്ള കളർ ഫിഷുകളുണ്ട്. അങ്ങനത്തെ അധികം ഇവിടെ അതില്ല വരണ്ട. ഇവിടൊക്കെ വരണ്ടിട്ടാ, കൊറേ എണ്ണുണ്ട് പല വയസ്സില്. ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് കൊടുത്തതിന് അതാ അവിടെ കണ്ടൊക്കെ ഞങ്ങളൊരു കഷ്ണം ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ടാ. കൈ വെച്ചോടത്തൊക്കെ ജസ്റ്റ് കൈ വെച്ചോക്ക്. കണ്ടു നിന്നപ്പോ ഒരു കൗതുകത്തിന് ചെറിയ കഷ്ണം ബിസ്ക്കറ്റ് എടുത്ത് ഇട്ട് കൊടുത്തതാണ് കേട്ടാ. പിന്നെ കണ്ടില്ലേ മീന്റെ ചാകര എന്ന് പറഞ്ഞ പോലെ കൂട്ടം കൂടിയിട്ടാണ് ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നോക്കി നിൽക്കാൻ തന്നെ എന്തൊരു രസമാണ് വെച്ചിട്ടാ. എന്തായാലും മക്കൾക്ക് നല്ല സന്തോഷത്തിലായിട്ടുണ്ട് കേട്ടാ. പിന്നെ എന്താ പറയാ, മീനുള്ളടത്ത് പൂച്ച ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഒരു പൂച്ച അത് അതിന് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ ലേക്ക് എന്താ മുറിഞ്ഞടക്കാൻ പോവാണ് കേട്ടാ. ഇതിൽ കൂടെ മുറിഞ്ഞു കിടന്നിട്ട് നമുക്ക് അപ്പുറക്കെത്തണം. ആ റെയിൻബോ ആണോക്ക് അതാണോ റെയിൻബോ? ആ വെള്ളച്ചാട്ടത്തിന് ഡസ്റ്റ്ബിൻ ഇതിന്റെ പോക്കറ്റിലിട്ടോ. ഞാൻ അവിടെ കാണുമ്പോഴാ ചെരുപ്പ് കയ്യിൽ പിടിച്ചോ, എന്നിട്ട് നടന്നോളി. മുറിഞ്ഞടക്കി ഞാൻ പോണോക്കെ. ആദ്യം വേണ്ട ആദ്യമൊക്കെ ആവും കുഴപ്പമില്ല. ഓന് ചെരുപ്പിന്റെ വെള്ളം പോവും. കടന്നോളിന്നാ ചെരുപ്പിട്ട് ബാൻഡ് കയറ്റി കളിയിട്ടാ. എന്തൊരു തണുപ്പുള്ള വെള്ളാണ്. ഐസ് വെള്ളത്തിൽ കൂടെ പോണ പോലെ ഉണ്ടല്ലേ.
ഇതിന് ഇപ്പുറത്ത് കിടക്കലിട്ടാ അപ്പുറമൊക്കെ നല്ല കുണ്ടുണ്ടേ. ഈ ഒരു പഴി കൂടെ മാത്രം നടക്കാൻ പാടുള്ളേ. ആ നമ്മൾ ഈ ലേക്ക് മറികടക്കാൻ ചെറിയൊരു പാലം പോലെ ഇതിന്റെ ഉള്ളിൽ കൂടെ വെച്ചിക്കണം കേട്ടാ. എന്നിട്ട് ആ വെള്ളത്തിന് മുകളിൽ കൂടെ നമ്മളിങ്ങനെ നടന്ന് അപ്പുറം കിടക്കണം. അങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ മുറിഞ്ഞു കിടക്കുമ്പോഴാണ് നമുക്ക് അവിടെയുള്ള ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ഇവിടെ കണ്ടില്ലേ? ഇപ്പൊ നമ്മൾ അവിടുന്ന് ഇപ്പുറത്തേക്ക് കടന്നിട്ടാ ഇങ്ങനെ പോണം. കണ്ടോ കുട്ടികളൊക്കെ അവിടേക്ക് എത്തിക്കണം. നല്ല തണുത്ത വെള്ളമാണ് കേട്ടാ. തണുപ്പെന്ന് വെച്ചാൽ ഐസ് വാട്ടറിൽ കൂടെ ചവിട്ടി നടക്കണ പോലത്തെ തണുപ്പുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടാ. മെയിനായിട്ട് ഇവിടേക്ക് വരുന്നൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാല് പകൽ വെളിച്ചത്തിൽ വരികയാണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പല ബാക്ക്ഗ്രൗണ്ടുകൾ അവരിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലവ് ലേക്ക് എന്ന് പറഞ്ഞ പോലെ ലവിൻ്റെ ഷേപ്പിലാണ് ഫുൾ ഇവിടുത്തെ ലൈക്കുകളും വരുന്നത്. പിന്നെ അതുപോലെ ലവിൻ്റെ പൂ കൊണ്ട് ഉണ്ടാക്കിയ സംഭവങ്ങൾ, പിന്നെ മരത്തിൻ്റെ ലവിൻ്റെ ഷേപ്പിൽ മരത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടാ. ഇത് കണ്ട ആ വെള്ളം വീണതിൻ്റെ താഴെ അവർക്കൊക്കെ ആ വുഡ് കൊണ്ട് ഉണ്ടാക്കി വെച്ചാൽ അതുപോലും ലവിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കിക്കണേ. അവിടെ മഴവില്ലിൻ്റെ പോലെ ഇവിടെ ഈ ഒരു ഇതിൻ്റെ ഉൾഭാഗത്ത് കൂടെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തോ കാണാൻ കിട്ടാ. കടിച്ചു പോവും. പല്ലില്ലേ എന്റെ പോലെ തന്നെ? എങ്ങനെ കണ്ട് പിന്നെ മനുഷ്യന്റെ പോലെ തന്നെ നോട്ടെ. ആ ശരിയാണല്ലോ, പല്ലില്ലല്ലോ. നമ്മൾ ഓരോ ലേക്കും ഇങ്ങനെ മറികടന്നിട്ട് വേണം ഓരോ ഭാഗങ്ങൾ കാണാനായിട്ട് പോവാനായിട്ടാ. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഈ ലേക്കൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണെന്നാണ്. വെള്ളം പേടില്ലാത്ത ഈ കുഞ്ഞാപ്പൂനെ പോലത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് കയറി പോകൽ തന്നെ ഉണ്ടാവില്ല. ഫോണൊക്കെ ഈ ആളൊന്നും പോലെ വനിക്കിഞ്ഞ് പോകണ്ടേ. നമ്മളെ നാട്ടിലൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ലേക്ക് പോലും അലസായിട്ട് ശ്രദ്ധിക്കാതെ കിടക്കുന്ന സമയത്ത് ഇവരിങ്ങനെ മാൻമെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ലേക്കൊക്കെ എന്തൊരു ഭംഗിയിലും വൃത്തിയിലുമാണല്ലേ കൊണ്ടുനടക്കുന്നത്. എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. മക്കൾക്ക് എന്തായാലും കളിക്കാനാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇക്കാലത്ത് പിന്നെ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കാനല്ലോ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയാം. ഇനിയിപ്പോൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും അവിടെ ഇരുന്നിട്ട് ഒരു ഫോട്ടോ ഒരു സെൽഫി അത് മസ്റ്റാ. അപ്പൊ എന്തായാലും ഇതുപോലത്തെ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ അത് എടുക്കാനായിട്ട് പറ്റും. ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം ഫാമാണ് കേട്ടോ. മറ്റേ ഒരുപാട് മറ്റേ കിനിക്കോയോള് പോലത്തെ സാധനങ്ങളൊക്കെ അല്ലേ, ടർക്കിക്കോയോള് കിനിക്കോയോള് പോലത്തെ. എന്താണ് ആ ജീവിന്റെ അടുത്തൊക്കെ നമ്മൾ പോണ്ട. അതിന്റെ കരച്ചിലൊക്കെ അറിഞ്ഞാണ്ട് ഇതൊക്കെയാ താറാവിന്റെ ഒച്ച. വേണ്ടോളം ചുറ്റി നടന്ന് കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടാ. അപ്പൊ കയ്യില് നല്ല ചായയും അതുപോലെ സ്നാക്സ് ഒക്കെ കരുതി വരികയാണെച്ചാല് നമുക്ക് ഇഷ്ടമുള്ളോടത്ത് ഇരുന്നത് പോലെ നല്ല തണുത്ത കാറ്റും കൊണ്ട് ചായയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് നടന്ന് ഫുള്ളായിട്ട് കാണട്ടാ. പിന്നെ ഒരുപാട് വീഡിയോസും റീൽസും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരുപാട് സ്പോട്ടുകളുണ്ട്. ഞാൻ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മരമില്ലാന്നുണ്ടെങ്കിലും പൂക്കൾ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ നിലത്ത് തന്നെ പൂവുണ്ടായിട്ട് വരുന്ന പോലെ എന്തൊരു രസമല്ലേ നോക്കി. പിന്നെ ഞാനിനി എങ്ങനെ ലവ് ലേക്കിനെ കുറിച്ച് പറഞ്ഞാലും യുഎന് മൊത്തം ചുറ്റി നടന്ന് കാണിച്ചാലും നിങ്ങളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ കാത്തിരിപ്പിന്റെ സെക്കൻഡ് പാർട്ടാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്തായാലും നമ്മളെ ചാനലിൽ അടുത്തൊരു സ്റ്റോറി ഉണ്ടെങ്കിൽ എന്തായാലും അത് കാത്തിരിപ്പിന്റെ സെക്കൻഡ് പാർട്ട് തന്നെ ആയിരിക്കും. ഇപ്പൊ എന്തായാലും ഇതാ ഞങ്ങൾ ഇപ്പോൾ യുഎയിൽ വന്ന ഈ ഒരു സമയം മാക്സിമം എൻജോയ് ചെയ്യുക, മാക്സിമം ചുറ്റി നടന്ന് കാണാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും ആ കാണുന്ന കാര്യങ്ങളും കാഴ്ചകളും കാണാൻ ആഗ്രഹിക്കുന്ന കുറെ പേരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടും കൂടി ഷെയർ ചെയ്യാന്ന് മാത്രം. അപ്പൊ എന്തായാലും ഇതാ ഇന്ന് ലവ് ലേക്കിലെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ദിവസത്തെ മറ്റു വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമ.